മാഷാ അല്ലാ അങ്ങനെ ചെറിയ പെരുന്നാളും ആയി. ഇതങ്ങടെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിന്. അപ്പോൾ എന്നൊക്കെ നല്ല ചോന്ത് വന്നിക്കണം കേട്ടോ. ഇത് ഊരിപ്പള്ള സ്റ്റെയിനാണ്ടത്. ഞാൻ എന്റെ കയ്യിനെ വീഡിയോ എടുക്കുമ്പോൾ മറ്റാൾ കൈ കൊടുന്ന് വെച്ചതാട്ടോ. ഇവിടെ 5:30 പെരുന്നാൾ നിസ്കാരം. കുട്ടിയമ്മ പള്ളിയിൽ പോയി. പിന്നെ ഞങ്ങളൊന്ന് ഫ്രഷ് ആയി. പിന്നെ മൂപ്പര് പള്ളിയിൽ പോയി വന്നതിന് ശേഷം പറഞ്ഞ് രാവിലത്തെ ഫുഡ് നമുക്ക് പുറത്തുനിന്ന് ആക്കാം. ഞങ്ങളുടെ റൂമിന്റെ ഫ്രണ്ടിലുള്ള ഹോട്ടലിലോട്ട് പോയത്. ഇന്നലെ ഇവിടെ മഴ പെയ്തതുകൊണ്ട് റോഡുമിലൊക്കെ നല്ല വെള്ളമുണ്ട്. നേരം വൈകി നേരത്തെ പോണേന്ന് പറഞ്ഞു ഇന്നങ്ങ് ചീത്ത പറഞ്ഞ് പോവാട്ടോ മൂപ്പര്. അടുത്തേക്കാണെങ്കിലും ഒന്ന് ഒരുങ്ങൽ നമുക്ക് നിർബന്ധം. അങ്ങനെ ഗീ റോസ്റ്റും മസാല ദോശ ഞങ്ങൾ ഓർഡർ ചെയ്ത്. കുട്ടിമോൻക്ക് വേണ്ട പറഞ്ഞ് മൂപ്പര് പള്ളിയിൽ പോയപ്പോൾ പൊറാട്ടയും ബീഫും കഴിച്ചിനത്ര. ഞാൻ എന്റെ മെഹന്തി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തോണ്ട് നോക്കട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ല സ്റ്റെയിനും വന്നിക്കണം. പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കായിട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. സംഭവം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണെങ്കിലും ഇതൊക്കെ ഇപ്പൊ എല്ലാവരും ഇടുന്നതല്ലേ. ഫുഡ് കഴിക്കണേ കാണിക്കാൻ വിചാരിച്ച് നല്ല ചിക്കൻ ബിരിയാണി കേട്ടോ. പായസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതിന് പകരം സേമിട്ട് കണ്ട് ഒരു അടിപൊളി കസ്റ്റാർഡ് ഉണ്ടാക്കി. അത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു. ഓൾക്കും കൊടുത്ത്. ഫുഡൊക്കെ അടിച്ച് പിന്നെ ഞങ്ങൾ നല്ലൊരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങി. പിന്നെ പൊന്തിയത് ഈവനിങ് ആണ്. അപ്പൊ ഒന്ന് പുറത്തിറങ്ങാൻ വിചാരിച്ചു. എങ്ങോട്ടുമല്ല നമ്മളെ സൂക്ക് തന്നെ. അവിടേക്കാണ് ഈ തുള്ളിച്ചാടി പോണത്. പുറത്ത് പോവാന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് എന്റെ വായിൽ സൂക്ക് നീക്കായിരുന്നു. സൂക്കിൽ പോണത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ അവിടെ പോയി വീഡിയോ എടുത്തിട്ടില്ലേ. ഞങ്ങൾ ഊബർ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണ്ടിപ്പോ. പിന്നെ ഒരുവിധ ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് പെരുന്നാൾ രസം നാട്ടിൽ തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ. ഞാൻ കഴിഞ്ഞ പെരുന്നാളൊക്കെ നാട്ടിൽ തന്നെയാണ്. പക്ഷെ എനിക്കത് വലിയ രസമല്ലേ. ഞങ്ങൾ എന്താ പറയുക പെരുന്നാൾക്ക് അങ്ങനെ പുറത്തൊന്നും പോയിട്ടില്ല. കുറച്ച് കുടുംബക്കാരെ അയൽവാസികളും വീട്ടിൽ പോയി വന്നാൽ ഞങ്ങളെ പെരുന്നാൾ കഴിഞ്ഞു. എനിക്കത് വലിയ രസമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എല്ലാവരും ഒരുമിച്ചുണ്ടാവും തോന്നെ ആളുണ്ടാവും അത്ര തന്നെ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളാകുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് വരാമല്ലോ. പിന്നെ ഇവിടെ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ എന്റെ മൂപ്പരുണ്ട് കൂടെ ഉണ്ട്. അതിൽ വലിയ സന്തോഷമൊന്നും ഞാൻ ആഗ്രഹിക്കണില്ല. മാഷാ അല്ലാ ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. എത്ര ആൾക്കിപ്പോൾ സ്വന്തം ഭർത്താക്കന്മാരുടെ കൂടെ പെരുന്നാൾ കൂടാൻ പറ്റാതായിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ കൂടെ ഉള്ളത് തന്നെ ഏതൊരു ഭാര്യയുടെയും സന്തോഷം. ഇപ്രാവശ്യം ഒരുമിച്ച് പെരുന്നാൾ കൂടാൻ പറ്റാത്തവർക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും ഒരുമിച്ച് കൂടാൻ പറ്റട്ടെ ഇൻഷാ അല്ലാ.